ഇറാന്റെ സുപ്രീം ലീഡറായിരുന്ന ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിന് പിന്നിൽ ഇറാനിലെ ഖുദ് ഫോഴ്സിന്റെ തലവൻ ഇസ്മായിൽ ഖാനിയുടെ പങ്കുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ സ്വന്തം സേന തന്നെ ഇസ്മായിൽ ഖാനിയെ വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അറബ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. 2020 മുതൽ ഖുദ് ഫോഴ്സിന്റെ ലീഡറായിരുന്നു ഇസ്മായിൽ ഖാനി. ആ ഇസ്മായിൽ ഖാനിയുടെ പങ്ക് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിലുണ്ട് എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് മനസ്സിലാക്കിയെന്നും അടച്ചിട്ട മുറിയിൽ 2 ദിവസം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് ഖുദ് ഫോഴ്സിലെ തന്നെ കമാൻഡർമാർ ഇസ്മായിൽ ഖാനിയെ വധിച്ചതെന്നുമാണ് ഇപ്പോൾ അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 5-6 വർഷങ്ങളായി മൊസാദിന്റെ ഏജന്റായി അതീവ രഹസ്യമായി പെരുമാറുകയായിരുന്നു ഇസ്മായിൽ ഖാനി എന്നാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് വ്യക്തമാക്കുന്നത്. 2024 ഇസ്മായിൽ ഖാനി എന്ന ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് ആ കെട്ടിടത്തിൽ നിന്ന് ഇസ്മായിൽ ഖാനി രക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ 2024 തന്നെ ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപ് ഹിസ്ബുള്ളയുടെ കേന്ദ്ര ആസ്ഥാനത്ത് നിന്നും ഇസ്മായിൽ ഖാനി രക്ഷപ്പെട്ടിരുന്നു. അതിന് ഒടുവിലാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപ് ഖമേനിയുടെ വസതിയിൽ നിന്നും ഇസ്മായിൽ ഖാനി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അർത്ഥമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് പറയുന്നത് ഇസ്മായിൽ ഖാനി ഒരു മൊസാദിന്റെ ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ പ്രധാനപ്പെട്ട 3 നേതാക്കന്മാരുടെ കൃത്യമായ ലൊക്കേഷനുകൾ മൊസാദിനും അതുപോലെ തന്നെ ഇസ്രായേലി സേനയ്ക്കും നൽകിയത് ഇസ്മായിൽ ഖാനിയാണ്. ഇസ്മായിൽ ഖാനിയുടെ പങ്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് ഇസ്മായിൽ ഖാനിയെയും ഖാനിയോടൊപ്പമുള്ള ഖുദ്സ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെയും ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ 2 ദിവസങ്ങൾക്കിപ്പുറം പിടികൂടുകയും അടച്ചിട്ട മുറിയിൽ 2 ദിവസം നീണ്ടുനിന്ന അതിക്രൂരമായ വിചാരണ നടത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇവരുടെ വധശിക്ഷ നടപ്പാക്കിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറബ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇതിനോട് ഇറാന്റെ മാധ്യമങ്ങളോ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാനപ്പെട്ട തലവന്മാരോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും 2020 മുതൽ ഖുദ് ഫോഴ്സിന്റെ തലവനായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഇസ്മായിൽ ഖാനി. ഖുദ് ഫോഴ്സ് ഇറാനിനുള്ളിലുള്ള ഒരു സായുധ സംഘമാണ്. ഇവരാണ് പ്രധാനമായും ഹിസ്ബുള്ളയെയും ഹമാസിനെയും സിറിയയിലുള്ള മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട ഫണ്ടിങ്ങുകൾ ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് നൽകുന്നതിൽ ഇടനില വഹിക്കുന്നതും ഖുദ് ഫോഴ്സ് ആണ്. ഖുദ് ഫോഴ്സ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ സഹായിക്കുന്ന, ആയത്തുള്ള അലി ഖമേനിയെ സഹായിക്കുന്ന, ഇറാൻ ഭരണകൂടത്തെ സഹായിക്കുന്ന ഒരു സായുധ സംഘമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഒരുപോലെ തന്നെ ലെബനനിലെയും അതുപോലെ സിറിയയിലെയും മറ്റ് അറബ് രാജ്യങ്ങളിലെയും ഇസ്ലാമിക ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇസ്മായിൽ ഖാനി. ആ ഇസ്മായിൽ ഖാനി മൊസാദിന്റെ ഒരു ചാരനാണ് എന്നുള്ള വിവരം കണ്ടെത്താനോ തിരിച്ചറിയാനോ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനോ ഇറാൻ ഭരണകൂടത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തായാലും 9 തലകളുള്ള 9 ജീവനുള്ള മനുഷ്യനെന്നാണ് ഇസ്മായിൽ ഖാനിയെ അറിയപ്പെടുന്നത് തന്നെ. അതിന് കാരണവുമുണ്ട്. പലതവണ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുമ്പോഴും വാർത്തകൾ പ്രചരിക്കുമ്പോഴും അതിന് പിന്നാലെ അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥ പറഞ്ഞ് പുറത്തു വന്നിരുന്ന വ്യക്തിയാണ് ഇസ്മായിൽ ഖാനി. അതുകൊണ്ട് തന്നെയാണ് ഇസ്മായിൽ ഖാനിയെ പാശ്ചാത്യ മാധ്യമങ്ങൾ 9 ജീവനുകളുള്ള അല്ലെങ്കിൽ 9 തലയുള്ള മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ ഇസ്മായിൽ ഖാനി മൊസാദിന്റെ ഒരു ഏജന്റ് ആയിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് കാരണവുമുണ്ട്. ഇസ്മായിൽ ഖാനി എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയൊക്കെ ആക്രമണം നടക്കുമ്പോൾ അതിന് മിനിറ്റുകൾക്ക് മുൻപ് ആ സ്ഥലത്ത് നിന്ന് ഇസ്മായിൽ ഖാനി രക്ഷപ്പെട്ടിരുന്നു. അത് ഇസ്മായിൽ ഖാനിയയുടെ കാര്യത്തിലായാലും ഹസൻ നസറുള്ളയുടെ കാര്യത്തിലായാലും ഒടുവിൽ ആയത്തുള്ള അലി ഖമനേയിയുടെ കാര്യത്തിലായാലും ഇസ്മായിൽ ഖാനി രക്ഷപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. മൊസാദിന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചാരന്മാർക്ക്
ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒളിയിടങ്ങളെക്കുറിച്ച്, ഇവർ എവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കൈമാറുകയും ഇവരുടെ കൃത്യമായ ലൊക്കേഷൻ ആ മൊസാദിൻ്റെയും ഇസ്രായേലിൻ്റെയും ചാരന്മാർക്ക് കൈമാറുകയും ചെയ്തിരുന്നത് ഇസ്മായിൽ ഖാനിയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്മായിൽ ഖാനിയെയും ഖുദ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെയും വധിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏറ്റവും സുരക്ഷ ഒരുക്കിയ, ഏറ്റവും സുരക്ഷിതമായി ഇറാൻ സംരക്ഷിച്ച ആയത്തുള്ള അലി ഖമനേയിയുടെ ഓരോ നീക്കങ്ങളെയും കണ്ടെത്താൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെയും ഖുദ് കോർപ്സിലെയും കമാൻഡർമാരെയും സൈനികരെയും തന്നെയാണ് മൊസാദ് ഉപയോഗിച്ചത് എന്ന വാർത്തകൾ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഖുദ് ഫോഴ്സിന്റെ തലവൻ ഇസ്മായിൽ ഖാനി ആയിരുന്നു പ്രധാനപ്പെട്ട മൊസാദിന്റെ ചാരൻ എന്നുള്ള വിവരമാണിപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്, അറബ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പിന്നാലെ വലിയ വൻതോതിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എങ്ങനെയാണ് ഖമനേയിയുടെ കൃത്യമായ ലൊക്കേഷൻ പുറത്തുപോയത്, എങ്ങനെയാണ് ആ കൊട്ടാരത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെയും മറ്റ് പ്രധാനപ്പെട്ട ഇറാൻ നേതാക്കന്മാരുടെ യോഗം നടക്കുന്ന കാര്യം ഇസ്രായേൽ അറിഞ്ഞത് എന്നത് സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണത്തിന്, കൃത്യമായ പരിശോധനയ്ക്ക് അവർ ഉത്തരവിട്ടിരുന്നു. അതിൽ നിന്ന് ചില കാര്യങ്ങൾ അവർക്ക് വ്യക്തമായി. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇറാനിലെയും പ്രത്യേകിച്ച് ടെഹ്റാനിലെ ട്രാഫിക്കിന്റെ ക്യാമറകൾ പൂർണ്ണമായും ഇസ്രായേലിന്റെ മൊസാദ് എന്ന ചാരസംഘടന ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖമനേയി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഓരോ നീക്കങ്ങളും അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കൃത്യമായി തന്നെ വിദഗ്ധമായി ഈ ചിത്രങ്ങൾ ചോർത്തുകയും ഈ ദൃശ്യങ്ങൾ ചോർത്തുകയും ഒടുവിൽ പതിയിരുന്നു കൊണ്ട് ആക്രമണം നടത്തുകയുമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഇത് അതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇസ്മായിൽ ഖാനി എന്ന ഖുദ് ഫോഴ്സിന്റെ തലവൻ തന്നെയാണ് മൊസാദിന്റെ ചാരനായി പ്രവർത്തിച്ചത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറബ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്.